എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കിടിലൻ ഹെൽത്തി സ്നാക്കാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്നതാണ്. റാഗിയും ഏത്തപ്പഴവും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ ഈ സ്നാക്ക് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു തവ വെച്ച് കൊടുത്ത് 2 ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന പഴത്തിൻ്റെ 1/2 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. പഴം വലുതായതുകൊണ്ടാണ് ഒരു മുഴുവൻ പഴവും പിന്നെ പകുതിയും എടുത്തത്. പഴക്കഷ്ണങ്ങൾ നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നവരെ നെയ്യിലിട്ട് വഴറ്റണം. എന്നിട്ട് പതുക്കെ ഉടച്ചു കൊടുക്കണം. ഇത് സ്പാറ്റിൽ ഉപയോഗിച്ച് ഉടച്ചാൽ നല്ലതുപോലെ ഉടഞ്ഞു വരുന്നതാണ്. ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ. അളവിനനുസരിച്ച് നിങ്ങൾക്ക് പഴം എടുക്കാം. ഞാനിവിടെ ചേർക്കുന്ന റാഗിപ്പൊടിയുടെ അളവിനനുസരിച്ചാണ് പഴം എടുത്തത്. ഇവിടെ പഴം നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കേണ്ടത്. പഞ്ചസാരയിൽ പൊടിച്ചതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ ടേസ്റ്റ് ബാലൻസിന് വേണ്ടി 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇവിടെ കാണിച്ചിരിക്കുന്ന ബൗൾ നിറയെ ഏകദേശം 300 ഗ്രാം വരും റാഗിപ്പൊടി ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ചാണ് മിക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ 20 ഗ്രാം ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് നൂൽപ്പരുവമല്ല, വെറുതെ മെൽറ്റ് ചെയ്ത് എടുത്തതാണ് തിളപ്പിച്ച്. അപ്പോൾ ഞാൻ ഇത്രയും ശർക്കര ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം പഴത്തിന് നല്ല മധുരമുണ്ട്. പിന്നെ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കേണ്ടത്. കൂടാതെ പഴത്തിന് മധുരവുമുണ്ട്. അപ്പോൾ കൂടുതൽ ശർക്കര വേണമെങ്കിൽ അതിനനുസരിച്ച്, വളരെ കുറച്ച് വേണമെങ്കിൽ അതിനനുസരിച്ചും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ബാക്കി റാഗിപ്പൊടിയും കൂടെ ചേർത്ത് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത് മിക്സാക്കുമ്പോൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതുപോലെ ഫ്ലെയിം ലോയിലുമായിരിക്കണം, കാരണം റാഗിപ്പൊടി കട്ട കൂടാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് മധുരത്തിൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വലിയവർക്കാകുമ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്ത് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. കൂടാതെ ഹൈപ്പ് കൊടുക്കാനും മറക്കരുതേ. ഇവിടെ റാഗി മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് തണുക്കാനായിട്ട് മാറ്റാം. അതിനു മുമ്പേ ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട്. മിക്സ് തണുക്കുന്നതിന് മുമ്പേ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ പൊടിയേണ്ട, മിക്സർ ജാറിലിട്ട് 1-2 പൾസ് അടിച്ചാൽ ഇതേപോലെ പൊടിഞ്ഞു കിട്ടാവുന്നതാണ്. കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ചൂടുള്ളതാണെങ്കിൽ സ്പാറ്റിൽ ഉപയോഗിച്ചും മിക്സ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇത് തണുത്തിട്ടില്ല, അപ്പോൾ ഞാൻ സ്പാറ്റിൽ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്തത്. ഒത്തിരി ഗുണങ്ങളുള്ള റാഗിയും അതുപോലെ ഏത്തൻ പഴവും ഒക്കെ വെച്ച് ഇതുപോലെ ഹെൽത്തിയായ രീതിയിൽ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് കുട്ടികൾക്ക് നന്നായിരിക്കും. അവരുടെ വളർച്ചയെയും അതുപോലെ എല്ലുബലവും കൂട്ടാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുമൊക്കെ സഹായിക്കുന്ന ഒരുപാട് പോഷക ഗുണങ്ങൾ ഇതിനുണ്ട്. ഇവിടെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം കൊഴുക്കട്ട പരുവത്തിൽ ഉരുള ഉരുട്ടിയെടുക്കണം. ഞാനിവിടെ വലിയ ഷേപ്പിൽ തന്നെയാണ് ഉരുള ഉരുട്ടിയെടുത്തത്. എന്താണ്ട് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കില്ലേ, അതേ വലിപ്പത്തിൽ തന്നെയാണ്. എത്രത്തോളം വലിപ്പം ഉരുളയ്ക്ക് വേണമെന്നുള്ളത് നിങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ചായിരിക്കണം കേട്ടോ. പഴം ചേർത്തതുകൊണ്ട് ചെറിയൊരു ഒട്ടൽ കാണും. വേണമെങ്കിൽ കുറച്ച് നെയ്യ് കയ്യിൽ പുരട്ടി കൊടുക്കാം. ഈ കൊഴുക്കട്ട പരുവത്തിലുള്ള ഉരുളകൾ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. ഇതിനി വേവിക്കുമ്പോൾ കൂടുതൽ തിളക്കമുള്ളതാവും. അപ്പോൾ ഇവിടെ എല്ലാ ഉരുളകളും ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കണം. ഇതേ രീതിയിൽ തന്നെ കഴിക്കാവുന്നതാണ്, പക്ഷേ വേവിച്ചെടുക്കുമ്പോൾ ഉറച്ചൊരു ഷേപ്പ് കിട്ടുകയും അതുപോലെ കുട്ടികൾക്ക് തന്നെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. വേവിക്കാനായിട്ട് ഇഡ്ഡലി കുക്കറാണ് വെച്ചിട്ടുള്ളത്. അധികം നേരമൊന്നും വേണ്ട, 5 മിനിറ്റ് മാത്രം ഒന്ന് ആവി കൊള്ളിച്ചെടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാവുന്നതാണ്. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനിയൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ നന്നായിട്ട് കുക്കായി പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഉരുളകൾ തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോഴായിരിക്കും കൂടുതൽ സെറ്റാവുക. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ഷൈനിങ് ആണ് ഈ ഉരുളകൾ കാണാൻ. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തോ അതുപോലെ
കോട്ട് ചെയ്തുമൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം. ഇത് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല താല്പര്യമായിരിക്കും. സ്നാക്ക് ഇഷ്ടപ്പെട്ടവർ തയ്യാറാക്കി നോക്കുക. ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.